ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് സിറ്റുവേഷൻ? ഏത് എനർജിയിലൂടെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്? നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് സിറ്റുവേഷൻ. ഫൈവ് വൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ വളരെയധികം ഒരു വാക്കുകൾ കൊണ്ടുള്ള തർക്കത്തിലാണെന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. നിങ്ങളാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് അത് ഒരു പക്ഷെ ഒരു ചെറിയ കാര്യമായിരിക്കാം. ആ ഒരു ചെറിയ കാര്യം തന്നെ ഒരു വലിയ കാര്യത്തിലോട്ട് എത്തിയ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. തർക്കമാണ് പ്രധാനമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഈ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള തർക്കങ്ങൾ നടക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളത്. ഏസ് ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയെക്കുറിച്ച്, നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് എന്തോ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു അടുത്ത സമയത്ത് അറിഞ്ഞ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ, ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ചോദ്യം ചെയ്ത ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിനെ ചൊല്ലിയുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി എന്തോ ഒരു കാര്യം മുൻപ് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. ആ ഒരു കാര്യം ഇപ്പോൾ എങ്ങനെയോ നിങ്ങൾ അറിഞ്ഞു. അതിനെ ചൊല്ലിയുള്ള ഒരു തർക്കം ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ നടക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി. ഫൈവ് ഓഫ് കപ്സിലെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇത് നിങ്ങളെയാണ് കാണിക്കുന്നത്. നിങ്ങളെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു തെറ്റ് നിങ്ങളെ വളരെയധികം മാനസികമായി തകർത്തതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ മനസ്സിൽ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്, ഞാൻ ഒരുപാട് ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ചു, എന്നിട്ടും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു തെറ്റ് എന്നോടുണ്ടായി എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് വളരെയധികം ഏകാന്തമായി ദുഃഖിച്ചിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഓർക്കുക, നിങ്ങൾക്ക് മുന്നിൽ, അതായത് നിങ്ങൾ ഈ ഒരു നഷ്ടത്തിൽ നിന്നും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് മുന്നിൽ മറ്റ് പലതരത്തിലുള്ള അവസരങ്ങളും ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത് കാണാതെ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് സിറ്റുവേഷൻ. ത്രീ ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളെ വളരെയധികം, ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നുമുണ്ടായ ഒരു കാര്യം നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ഒരു ഹൃദയവേദനയിലൂടെ പോകുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെയധികം ഈ ഒരു സമയത്ത് നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നു. അതുപോലെ തന്നെ ആരോടും ഒന്നും പറയാത്ത ഒരു അവസ്ഥയിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് സിറ്റുവേഷൻ. ത്രീ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ വേദന ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത് മറ്റാരോടെങ്കിലും ഒന്ന് പറയണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വേദന നിങ്ങൾക്ക്, ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ആ ഒരു തെറ്റ് നിങ്ങൾക്ക് മറ്റാരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ മറ്റാരോടെങ്കിലും ഈ ഒരു കാര്യം, അതായത് നിങ്ങൾക്ക് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ഒരാളോടെങ്കിലും ഈ ഒരു കാര്യം ഷെയർ ചെയ്യണമെന്നാണ് ഈ ഒരു ത്രീ ഓഫ് പെന്റക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളത്. സെവൻ ഓഫ് സോർട്സിന്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇവിടെ ഒരു ചീറ്റിംഗ് നടന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചതായിട്ടും, അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഇവിടെ പറ്റിക്കപ്പെട്ട ഒരു എനർജിയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ധനനഷ്ടം സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അതായത് വളരെയധികം ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും വളരെയധികം ഒരു സ്നേഹം ലഭിച്ചിട്ടും ആ ഒരു ലഭിച്ച സ്നേഹം അത് ആത്മാർത്ഥത ഇല്ലാത്ത സ്നേഹമാണെന്ന് അറിഞ്ഞപ്പോഴുള്ള ഒരു ഹൃദയവേദനയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളത്.
നമുക്കിവിടെ ഡെവിൾ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവിടെ ഇത് പറഞ്ഞു തരുന്നത്, നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ, ആ ഒരു ചെയിനിൽ നിങ്ങൾ കുടുങ്ങിപ്പോയതായിട്ടാണ് കാണിക്കുന്നത്. അവിടെ തന്നെ നിങ്ങൾ കുടുങ്ങിക്കിടന്ന് സ്വയം വേദനിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി, നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആള് അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഒരുപാട് വിശ്വസിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ അമിത വിശ്വാസം തന്നെയാണ് നിങ്ങളെ ഇവിടെ അപകടത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളെ മാത്രം വിശ്വസിക്കുക. അതുപോലെ തന്നെ അത് കഴിഞ്ഞ ശേഷം മാത്രം മറ്റുള്ള വ്യക്തികളെ വിശ്വസിക്കുവാനായിട്ട് പോകുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള പെയിൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. മറ്റെന്തൊക്കെയോ അഡിക്ഷൻ ഉള്ള വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെച്ച ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അത് നിങ്ങൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി, ഇത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ ടൈം, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വില, അത് നിങ്ങൾ കളയാതിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളൊരു സന്ദേശവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളത്. ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെന്തോ ഒരു ഓഫർ ഈ ഒരു അടുത്ത സമയത്തായിട്ട് മറ്റെന്തോ ഒരു കാര്യം വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പക്ഷേ ഇത് സ്വീകരിക്കുവാൻ തയ്യാറല്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോഴും നിങ്ങളോട് വളരെയധികം ക്രൂരത കാണിച്ച ആ ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ ആലോചിച്ച് നിങ്ങളുടെ സമയം ഇവിടെ വേസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളിൽ പല വ്യക്തികൾക്കും ഇവിടെ ഒരു അവസരം കൊണ്ടുവന്ന് എത്തിച്ച ഒരു എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കിട്ടിയ ആ ഒരു അവസരത്തെ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളൊരു സന്ദേശവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പല വ്യക്തികളും കിട്ടിയ അവസരത്തെ പോലും മാറ്റി നിർത്തി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ച് വേദനിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇനി അതിനെക്കുറിച്ചല്ല ആലോചിക്കേണ്ടത്. അതായത് പുതുതായി വന്ന ആ ഒരു അവസരത്തെക്കുറിച്ച്, അത് സ്വീകരിക്കുവാനുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്നാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു സന്ദേശം. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് സിറ്റുവേഷൻ. ടവർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവിടെ യൂണിവേഴ്സ് തന്നെ ഒരു പൊളിച്ചുമാറ്റൽ നടത്തിയ ഒരു എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്ന ഒരു ബന്ധമായിരിക്കാം. ചില സത്യങ്ങളൊക്കെ അറിഞ്ഞതിനെ തുടർന്ന് ആ ഒരു ബന്ധം ഇവിടെ തകർന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ ആ ഒരു തകർച്ചയിൽ തന്നെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നഷ്ടപ്പെട്ടു പോയ കാര്യത്തെക്കുറിച്ച് ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മുന്നിൽ നിങ്ങൾക്ക് മറ്റു പല അവസരങ്ങളും ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മാത്രം നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ. നിങ്ങളുടെ നല്ല ടൈം, അതുപോലെ തന്നെ നിങ്ങളുടെ തന്നെ ആ ഒരു വാല്യൂ നിങ്ങൾ ഇവിടെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ ഒരു അവസരത്തിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ മാറ്റുക. അതുപോലെ തന്നെ വന്നിരിക്കുന്ന നല്ല അവസരങ്ങളിലേക്ക് നിങ്ങൾ ആ ഒരു അവസരങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക. അതാണ് ഇവിടെ യൂണിവേഴ്സും പറഞ്ഞു തരുന്നത്. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നിങ്ങൾ ഇനി ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യവും നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.